നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കോടതിയിൽ ജഡ്ജ് വിശ്വത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ശ്രീകാന്തിനെതിരെ പരാതിയുണ്ടോ? ഇല്ല സാർ, എനിക്ക് പരാതിയൊന്നുമില്ല. എന്നോട് മോശമായിട്ട് കമ്പനി വെച്ച് പെരുമാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് സാറിനെതിരെ പരാതിയൊന്നുമില്ല. എന്നെ വെറുതെ വിട്ടയക്കണം, എനിക്ക് അത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കൈ കൂപ്പാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ജഡ്ജി ശ്രീകാന്തിനോട് ചോദിച്ചു, കണ്ടില്ലേ, ആളൊരു പാവമാണ്. ഇങ്ങനെയുള്ള ഒരാളെയാണ് നിങ്ങൾ കൊടുക്കാണ്ട് ശ്രമിച്ചേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ അകത്താക്കുക ചെയ്യണ്ടേ. പരാതിയില്ലെന്ന് വിശ്വം പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങളെ വെറുതെ വിടുന്നു. പിന്നീട് വേദയോട് പറഞ്ഞു, കൺഗ്രാസ് വേദ, ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ട് ചെറുതൊന്നുമല്ല. പിന്നീട് പിയോട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജൂനിയർ വക്കീലിനെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തായി? ആരും ചെറുതല്ല വലുതല്ല. അങ്ങനെ ഇനിയെങ്കിലും മനസ്സിലാക്കുക, കഴിവുകൾ വിശ്വസിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ നല്ലൊരു കൊട്ടു കൊടുക്കുക ചെയ്യുന്നേ. അതിനുശേഷം ശ്രീകാന്തിനോട് പറഞ്ഞു, നിങ്ങൾ വിശ്വത്തിന് വന്ന ചെലവ്, ആ ചെലവുകളൊക്കെ വഹിക്കണം. കാരണം ഈ കോടതിക്കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് വന്ന ചെലവ് ഇത്രയും കാലം അദ്ദേഹം ജോലി ചെയ്ത ശമ്പളത്തിന്റെ ഇരട്ടിയായി കൊടുക്കണം. അത് മാത്രമല്ല, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ കോടതി വിട്ടു പോകാനും പാടില്ല. നിങ്ങൾക്ക് തരുന്ന ശിക്ഷ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ശരിക്കും ശ്രീകാന്ത് നാണം കിട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാ. അങ്ങനെ കോടതി പിരിഞ്ഞ് പുറത്തേക്ക് വരുവാണ് വേദ നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും വേദയുടെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നു. താൻ കോടതിയിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് തന്റെ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രീകാന്തിന് ആകെപ്പാടൊരു പരിഭ്രമമായിരുന്നു ആ സമയത്ത്. വേദ എന്നിട്ട് ചോദിച്ചു, അല്ല പൈസ കണ്ടു കിട്ടാത്തതിന് ബുദ്ധിമുട്ടുണ്ടല്ലേ കോടതി ഹാജരാക്കാനായിട്ട്? പോലീസുകാരെ കൊണ്ടൊരു നാടകം കളിക്കുവാൻ തീരുമാനിച്ച, പക്ഷെ പൈസ വെച്ചെടുത്ത് കാണാത്തതിൻ്റെ ഒരു വിഷമം ശ്രീയേട്ടന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി ആ സങ്കടം എന്താന്ന്. സാരമില്ല, കോടതി കേസ് തിരിഞ്ഞു മറിയാൻ പോവാ. ഇനിയിപ്പം നിങ്ങൾക്കെതിരായിട്ടായിരിക്കും കോടതി കേസ് വരുന്നേ, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടായിരുന്നു വേദ കോടതിയിലേക്ക് പോയത്. അത് വേദയുടെ മനസ്സിലേക്ക് വരിക. വേദ പിന്നീട് ശ്രീകാന്തിനോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? സത്യമായില്ലേ? സത്യം എവിടെ എല്ലാത്തടത്തും ജയിക്കുള്ളൂ ശ്രീയേട്ടാ. ഇപ്പം മനസ്സിലായില്ലേ? എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞാലും കൊടുക്കാൻ ശ്രമിച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും കൊടുങ്ങില്ല. നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങളെക്കാളും ചെറുതാ വേദയെന്ന്. ഇപ്പം മനസ്സിലായല്ലോ ആരാ ചെറുതാ വലുതെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് തിരിയുമ്പം വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രം വന്ന് ശ്രീകാന്തിന് മുന്നിൽ വന്നു. പിന്നീട് ശ്രീകാന്തിനോട് പറഞ്ഞു, അവളുടെ വിചാരം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കാൻ തയ്യാറായെന്ന്. പക്ഷെ അതൊന്നുമല്ല, നിങ്ങളുടെ ജീവിതം തകർക്കുന്ന മറ്റൊരു വലിയൊരു ബോംബ് എൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ കേസ് പിൻവലിക്കാൻ പോലും തയ്യാറായത്. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് ശ്രീകാന്ത് വിക്രത്തെ നോക്കുവാണ്. അപ്പോഴേക്കും വേദ തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പം ശ്രീകാന്തും വിക്രവും കൂടെ സംസാരിക്കുന്നത് കണ്ടു. വിക്രവും വേദയും കൂടെ തെളിവ് ശേഖരിക്കാനായിട്ട് ആ സ്റ്റോർ റൂമിൽ കയറിയ സമയത്ത് അവിടെ വെച്ച് വിക്രത്തിന് വലിയൊരു തെളിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശ്രീകാന്തിന്റെ മറ്റൊരു പെൺകുട്ടിയുടെയും കൂടെ ചിത്രം കൂടെ. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം വിക്രത്തിന് മനസ്സിലായി, ശ്രീകാന്തും ആ പെണ്ണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. അപ്പൊ ആ ഒരു പേടി ശ്രീകാന്തിന്റെ മനസ്സിലുണ്ട്. അതാണ് വിക്രം അത്ര കൃത്യമായിട്ട് അയാളോട് പറയുന്നത്. പിന്നീട് വിക്രം ആ ഫോട്ടോ കിട്ടിയതിന് ശേഷം നേരെ അതുമായിട്ട് പോകുന്ന ശ്രീകാന്തിനെ കാണാനായിട്ടാണ്. അങ്ങനെ ശ്രീകാന്തിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷയാണ് കഥ തുറക്കുന്നത്. ചോദിച്ചു, അല്ല എൻ്റെ അളിയൻ എന്തെന്ന് ചോദിക്കുക. അളിയനോ? ഏതളിയന്? അളിയ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ അളിയ എന്നൊക്കെ കറന്ന് വിളിക്കുമ്പോഴത്തേനും ശ്രീകാന്ത് ഇറങ്ങി വന്നു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? അയ്യോ വരാതിരിക്കാൻ പറ്റില്ലോ. എടാ നിന്റെ ചേട്ടനെ അകത്താക്കിയതിന് പ്രതികാരം ചെയ്യാൻ കഴിയാത്തന്റെ വിഷമത്തിൽ വന്നാണോ, അതോ ഇനിയിപ്പം നാണം കിട്ടി ഞങ്ങളുടെ കാല് പിടിക്കാൻ വന്നാണോ? അങ്ങനൊന്നും പറയല്ല അളിയ. എനിക്ക് എന്റെ ചേട്ടനെ പുറത്തിറക്കിയല്ലേ മതിയാവുള്ളൂ. എടാ നാണം കെട്ടവനെ, നീ കോടതിയിലേക്ക് ചെല്ലടാ. അല്ല നിന്റെ ഭാര്യയായ വേദ പറഞ്ഞ എന്താ? അവളിപ്പോ അവനെ രക്ഷിച്ചോണ്ട് പോകുന്നല്ലേ, പോയി രക്ഷിക്കാൻ നോക്കടാ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അങ്ങനെ പറയല്ലേ അളിയ. അളിയൻ എന്താ ഒരു സ്നേഹമില്ലാത്ത പോലെ. ഇതേ അളിയ ഇങ്ങനൊന്നും പറയരുത്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അളിയനോട് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാനായിട്ട്? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എടാ നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടുമായിട്ട് നീ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. അയ്യോ അതല്ല അളിയ, എൻ്റെ ചേട്ടൻ്റെ കാര്യം അവിടെ കിടക്കട്ടെ. ചേട്ടനെ ഇപ്പൊ കോടതി ഹാജരാക്കി ഇനി ഇപ്പൊ റിമാൻഡിലേക്ക് വിടുവാണ് അങ്ങനെ ചെയ്യട്ടെ, അല്ലെങ്കിൽ ജാമ്യം കിട്ടുവാണ് അങ്ങനെ ചെയ്യട്ടെ. പക്ഷെ എനിക്ക് അതിനകത്തൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് വേറൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോ വന്നേ. എന്ത് കാര്യം? അതെ, നമ്മുടെ ആ PTP നഗറിലുള്ള ആ 202 ഫ്ലാറ്റിലുള്ള ആ കച്ചവടം ഇല്ലേ, ആ കച്ചവടത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടോ. അപ്പോഴേക്കും ശ്രീകാന്തിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി.
വർഷ ചോദിച്ചു അവിടെ എന്താ കച്ചവടം എന്ന് ശ്രീകാന്ത് ചോദിച്ചു. ശ്രീകാന്ത് പറഞ്ഞു അല്ല അത് പിന്നെ അത് പെങ്ങള് കയറി പോയിക്കോ, ഇത് ഞങ്ങൾ രണ്ടും തമ്മിൽ സംസാരിച്ചോളാം. അല്ല അവിടുത്തെ കച്ചവടം അവിടെ ചില ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന എൻ്റെ അളിയനുണ്ട്, അപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ഞാൻ വന്നേ, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടേ. ഫോട്ടോസോ? എന്ത് ഫോട്ടോസോ? അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു ദേ വർഷേ നീ അകത്തേക്ക് കയറിപ്പോ, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ദേ ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞോണ്ട് വിക്രത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ വർഷ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. വർഷയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അതെ അളിയാ, പിന്നെ പെങ്ങള് വിചാരിച്ചോട്ടെ എന്നെ ഇപ്പൊ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളുവാന്ന്, അതുകൊണ്ട് അളിയൻ പറയാനുള്ളത് പറഞ്ഞു. ദേ വിക്രം, ദൈവത്തെ ഓർത്ത് ആ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കരുത്. അപ്പൊ ഞാനത് കാണിക്കാതിരിക്കണോ അല്ലേ? ഞാനേ തന്റെ ആ സ്റ്റോർ റൂമിൽ കയറി ഒന്ന് തെരഞ്ഞായിരുന്നു, അവിടെ ആ പണത്തിന് വേണ്ടി ഒരു തെരച്ചിൽ നടത്തിയായിരുന്നു. ഓഹോ അങ്ങനെ തെരഞ്ഞായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞ് നിന്നെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുക ചെയ്യണ്ടേ? അതെ എനിക്കറിയാം അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിങ്ങൾ അതല്ല അതിലപ്പുറം ചെയ്യും, അതുകൊണ്ട് ഞാൻ അതിന്റെ മേലെ ഒരു ചെക്കം കൂടി വെച്ചു. എന്താന്ന് മനസ്സിലായല്ലോ? ആ 202 നമ്പർ ഫ്ലാറ്റിലെ കച്ചവടത്തെക്കുറിച്ച് ഞാനിവിടെ വിളിച്ചു പറയണോ? അയ്യോ വേണ്ട വിക്രം, അതൊന്നും വിളിച്ചു പറയരുത്. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങണോ അറിയാലോ. അല്ല ദൈവത്തെ ഓർത്ത് പറയരുത്, എൻ്റെ കുടുംബം നശിപ്പിക്കരുത്. എനിക്ക് വേറൊരു നിവൃത്തിയില്ല. അങ്ങനെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, കേട്ടല്ലോ? ഞാൻ കേസ് പിൻവലിച്ചോളാം, ഞാൻ ഉറപ്പായിട്ടും പിൻവലിച്ചോളാം. ആ ഫോട്ടോസ് എനിക്ക് തരണം. ആ ഫോട്ടോസൊക്കെ തരാം, പക്ഷേങ്കിലേ ആദ്യം കേസ് പിൻവലിക്കേ. ഒരു കാര്യം ചെയ്യും, ഭാര്യ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, എന്നെ കഴുത്തിന് പിടിച്ച് പുറത്തുള്ളതെന്ന് പോലെ തള്ളാൻ പറയണം. അങ്ങനെ വിക്രത്തിനെ അങ്ങോട്ട് പിടിച്ച് തള്ളി. വിക്രം പറഞ്ഞു നമുക്ക് കോടതി കാണാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് വിക്രത്തിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവാണ്. ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പം കോടതിയുടെ പുറത്ത് വെച്ച് തന്നെ. പിന്നീട് വിക്രം തന്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ എടുത്ത് ശ്രീകാന്തിന്റെ പോക്കറ്റിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതാ എന്ന് പറയാണ്. ഇത് ഞാൻ കൈ വെച്ചു വന്നിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ ഇനി ഇതുപോലെ തരികട പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇതിന്റെ കുറെ കോപ്പികൾ ഞാൻ എടുത്ത് എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കും. പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ? ശ്രീകാന്ത് രാജാവിന്റെ ജീവിതം അങ്ങോട്ട് തകരും എന്നും പറഞ്ഞിട്ട് വിക്രം വെല്ലുവിളിച്ചു. അപ്പോഴേക്കും വേദ എങ്ങോട്ടേക്ക് തിരികെ വരുവാണ് ഇവരുടെ അടുത്തേക്ക്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് വേദ വന്നിട്ട് വിക്രത്തോട് ചോദിച്ചു അല്ല എന്താ ശ്രീകാന്തേട്ടനോട് സംസാരിക്കുന്ന കേട്ടെ? അത് ഞാൻ കോടതിയില് വിശേഷം ജയിച്ചതിനെ കൂടെ സംസാരിച്ചോ? അങ്ങനെയാണല്ലോ. അല്ല എന്താ കൊടുക്കുന്നുണ്ട്? അതൊരു പേപ്പറോ? അല്ല വിശേഷനും അത് സമൻസ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് കൊടുത്താ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നീ വന്നേ, അവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, നമുക്ക് പോവണ്ടേ? പക്ഷെ വേദയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി. വിക്രം അതിന് കാത്തു നിന്നില്ല. വിക്രം പെട്ടെന്ന് അങ്ങോട്ട് നടന്നു. വിക്രത്തിന് അറിയാം ഇനി ഇവളുടെ മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കുമെന്നുള്ള കാര്യം. ആ ഫോട്ടോയെക്കുറിച്ചൊക്കെ ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിക്രം മുഖം കെടുക്കാതെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വന്ന് വിശ്വവും ശ്രീജ മാഷും കൂടെ ഇറങ്ങി. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും വിക്രം വേദയും കൂടെ ബൈക്കിന് വന്നു. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വ ഇങ്ങനെ മുറ്റത്തും ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്രീജ ചോദിച്ചു എന്താ വിശ്വേട്ടൻ നോക്കുന്നേ? ഞാൻ പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് ഈ വീട്ടിലേക്ക് തിരികെ വരാൻ പറ്റുമെന്ന്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു അന്താളിപ്പാന്ന് പറയണേ. ആ സമയം വേദ വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിശ്വേട്ടൻ ടെൻഷൻ അടിക്കണ്ട. ഒത്തിരി നന്ദിയുണ്ട് വേദേ, നീ കാരണമാ. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ അകത്ത് കിടന്നേനം. എന്തിനാ നന്ദി വാക്ക് പറയണേ? വിശ്വേട്ടനെ രക്ഷിക്കാന്നുള്ള എൻ്റെ കടമയല്ലേ, അതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. മാഷ് പറഞ്ഞു എന്നാലും അതല്ല മോളെ, നിന്റെ ബാധ ഞങ്ങളും കണ്ടതല്ലേ, നീ ആളും മിടിക്കാന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശ്രീജ പറഞ്ഞു ശരിയാ, എനിക്ക് പോലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ കൃത്യസമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ തെളിവുകളൊക്കെ നിരത്തി എൻ്റെ വിശ്വേട്ടനെ പുറത്ത് കൊണ്ടുവന്നില്ലേ, അതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോഴേക്കും വേദ പറഞ്ഞു ശ്രീജാടത്തി നമ്മൾ തമ്മിലൊരു നന്ദി പ്രകടനത്തിന്റെ കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ദേ വിശ്വേട്ട ഇനി ടെൻഷൻ അടിക്കാതെ അകത്തേക്ക് കയറി വരാൻ പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറിയപ്പോൾ നന്ദിനി എന്നിട്ട് ചോദിച്ചു ആഹാ ഇതാരും വിശ്വേട്ടനോ? വിശ്വേട്ടനെ വെറുതെ വിട്ടോ? വിശ്വേട്ടൻ പുറത്തിറങ്ങിയോ? എന്താ നന്ദിനി നീ അത് പ്രതീക്ഷിച്ചില്ലായിരുന്നോ എന്ന് മാഷി ചോദിച്ചു. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അത് പിന്നെ അല്ല അങ്ങനെയല്ല. വേദ പറഞ്ഞു ഇനിയിപ്പം ഞാൻ വാദിച്ചാൽ ജയിക്കില്ലെന്ന് നന്ദിനിയടുത്തേക്ക് ഒരു തോന്നലുണ്ടായിരുന്നില്ലേ? പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ വിശ്വേട്ടനെ ഇന്ന് പുറത്തിറക്കും എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു, ഞാൻ പുറത്തിറക്കി. നന്ദിനി ആ പടം വല്ലാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നന്ദിനിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, വിനായകൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുക. ഉണ്ട്, വിനായകനെ ഒന്ന് പോയി വിളിച്ചോണ്ട് ഞാൻ വിശ്വം പറയണം, ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് നന്ദിനി അകത്തേക്ക് പോയി. അപ്പോഴാണ് കമല അങ്ങോട്ട് വരുന്നത്. വിശ്വത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കമല ഒരു അന്താളിപ്പോടെ നോക്കി. പിന്നീട് ഓടി വന്ന് വിശ്വത്തിനെ കെട്ടിപ്പിടിക്കുക. അപ്പോഴേക്കും മാഷ് പറഞ്ഞു അതെ വിശ്വത്തിനെ കെട്ടിപ്പിടിക്കുന്നതിന് പകരം
വേദയോടൊരു നന്ദി വാക്ക് പറയണം ചേർത്ത് നിർത്തി. വേദ കാരണമാണ് ഇപ്പം വിശ്വൻ രക്ഷപ്പെട്ടെ. അപ്പോഴേക്കും കമല ഇങ്ങനെ വേദയെ നോക്കി. വിശ്വൻ പറഞ്ഞു, അത് ശരിയമ്മേ, വേദ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, ഞാൻ എൻ്റെ കടമ ഭംഗിയായിട്ട് നിർവഹിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. മാഷ് പറഞ്ഞു, അതല്ല, ഓപ്പോസിറ്റ് സൈഡ് നിന്റെ കുടുംബമല്ലായിരുന്നോ, നിന്റെ ഏട്ടനല്ലായിരുന്നോ, അതുപോലും നോക്കാതെയല്ലേ നീ വാദിച്ചേ. അതെ, എപ്പോഴും ഞാൻ സത്യത്തിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ളൂ. ഇവിടെ വിശ്വേണ്ണ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള വിശ്വേണ്ണ ഒരു കാരണവശാലും അകത്തിടലെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വേണ്ണന് വേണ്ടിയിട്ട് ബാധിച്ചേ. അല്ല, എന്നാലും വേദയുടെ കഴിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് ശ്രീജ പറഞ്ഞു. അത് പിന്നെ എൻ്റെ കഴിവ് മാത്രമല്ല, ഇതിനു മുമ്പ് തന്നെ കോടതിയിലേക്ക് എന്നപ്പോൾ തന്നെ ശ്രീകാന്തേട്ടൻ വന്ന് കേസ് പിൻവലിക്കാൻ തയ്യാറായിരുന്നു. അതിപ്പം വിക്രം, അപ്പോഴേക്കും വിക്രത്തിന് മനസ്സിലായി തന്നെക്കുറിച്ചുള്ള കഥകൾ പറയുന്നു. താനും കൂടെ ചേർന്നിട്ടാണ് ഇന്നലെ അതൊക്കെ തെളിവ് ശേഖരിക്കാൻ പോയെന്ന്. പെട്ടെന്ന് വിക്രം ഇടയ്ക്ക് കയറിയിട്ട് വിശ്വത്തോട് ചോദിച്ചു, അല്ല വിശ്വേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു, അവർ ഉപദ്രവിക്കാൻ മറ്റേ ചെയ്തോ? ഉപദ്രവിച്ചൊന്നും ഇല്ലടാ, പക്ഷേങ്കിൽ ആ ലോക്കപ്പിൽ കിടന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു മടുപ്പായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. വല്ലാത്തൊരു ടെൻഷനാണോ? ഇങ്ങനെ പോയ ജയിലിലേക്ക് പോയായിരുന്നെങ്കിൽ ഞാൻ വല്ല ഭ്രാന്തനുമായി മാറിയാനും. അല്ല, ഞാൻ ഇപ്പം ആലോചിക്കുന്നേ, നീ എങ്ങനെ അത്രയും വർഷം ജയിലിൽ കിടന്നെന്നാ. അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് നടന്നുപോയി വിശ്വേട്ടാ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദിനി വിനായകനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വിനായകൻ വന്നിട്ട് സന്തോഷത്തോടെ വിശ്വത്തിനോട് ചോദിച്ചു, അല്ല വിശ്വേട്ടൻ വന്നോ? എനിക്ക് കോടതിയിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ലടാ. പിന്നീട് വിശ്വൻ ചോദിച്ചു, അല്ലടാ, എന്നോട് നിനക്ക് എപ്പോഴേലും എന്തേലും വൈരാഗ്യം തോന്നിയിട്ടുണ്ടോ? എന്തിന്? അല്ല, ഞാനിവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നിനക്ക് എന്തേലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? എന്തിനാ? അല്ല, പലപ്പോഴും നീ എന്നെ അധിക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നോട് ഇതുവരായിട്ട് എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്ത് തെറ്റ് ചെയ്യാനായിട്ട്? അല്ല, ഞാൻ നിന്നെ ആരുടെയും മുന്നേ നാണം കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാടാ നീ എന്നെ ഈ കുടുക്കിലേക്ക് കൊണ്ട ചാടിച്ചെന്ന് പറഞ്ഞ ഒറ്റ അടിയായിരുന്നു. വിനായന്റെ കർണം നോക്കി. വിനായൻ കർണം പൊത്തി. എന്തിനാ വിശ്വേട്ട എന്നെ തല്ലിയത്? നിനക്ക് മനസ്സിലായില്ലല്ലേ? അത് ഞാൻ ആ കമ്പനി ജോലി വാങ്ങിച്ചു തന്നേനാണോ? ഉറപ്പായിട്ടും എനിക്കറിയില്ലായിരുന്നു അത് ശ്രീകാന്തിന്റെ കമ്പനിയാന്ന്. കമ്പനി ജോലി വാങ്ങിച്ചു തന്നേനല്ലത്, ഇത് ആ ചിട്ടി ചേർത്താനാ. നിനക്കറിയായിരുന്നു ശ്രീകാന്തിന്റെ അമ്മായച്ചന്റെ ചിട്ടിക്കമ്പനിയാന്ന്. അതറിഞ്ഞിട്ടല്ലടാ നീ എന്നെ അതിനകത്ത് ചേർത്തേ. അപ്പോഴേക്കും പെട്ടെന്ന് എന്നെ നന്ദിനി പറഞ്ഞു, അയ്യോ അങ്ങനെ പറയല്ലേ വിശ്വേട്ടാ. അത് പിന്നെ അത് ചേർത്തോണ്ടാ അവര് കള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി എന്നെ കുടുക്കിയത്. എന്റെ സൈൻ വെച്ച് ഡൗൺ പേയ്മെന്റ് അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊടുക്കാൻ ശ്രമിച്ച. ഇല്ലായിരുന്നെങ്കിൽ അയ്യോ വിശ്വേട്ടാ, ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാ ചിട്ടിക്കകത്ത് കൂട്ടിയത് തന്നെ. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, അതെ, എന്റെ വിനായേട്ടന് നല്ല ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫ്ലാറ്റ് കിട്ടൂല 5 വർഷം കഴിയുമ്പോൾ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കൂട്ടിയത്. അല്ലാതെ ഞങ്ങളുടെ മനസ്സിൽ കുബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. വിശ്വം പറഞ്ഞു, നിനക്ക് ആരെന്ത് ചെയ്താലും നിനക്ക് കമ്മീഷൻ മാത്രം കിട്ടിയാൽ മതിയില്ലേ? നീ ഇങ്ങനെയായി പോയല്ലോടാ. വിനായൻ പറഞ്ഞു, എന്നെ തെറ്റിദ്ധരിക്കില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആ കമ്പനിയുടെ കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. കമ്പനിയിലെ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പോലും അറിയുന്നേ. എനിക്കറിയില്ലായിരുന്നു ശ്രീകാന്തിന്റെ കമ്പനിയാന്നുള്ള കാര്യം. അങ്ങനെ അറിയുമെങ്കിൽ ഞാൻ പോയി വിശ്വേട്ടനെ കൊടുക്കുവോ? അപ്പോഴേക്കും കമല പറഞ്ഞു, മതി മതി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ആ സമയം വിനായൻ പറഞ്ഞു, ഞാൻ പറയുന്ന വിശ്വാസം വരുന്നില്ലോ. ഞാൻ നന്ദിനിയുടെ തലയെ തൊട്ട് സത്യം ചെയ്യാം, ഞാൻ കള്ളത്തരൊന്നും ചെയ്തിട്ടില്ലെന്ന്. അപ്പോഴേക്കും നന്ദിനി പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ തലയും കൂടെ മാറ്റിക്കൊണ്ട് പോവാണ്. അത് കണ്ടപ്പത്തിനും എല്ലാവർക്കും ചിരി വന്നു. ആ സമയം വേദി ചോദിച്ചു, എന്താ നന്ദിനിയടുത്തേക്ക് പേടിയുണ്ടോ തല പൊട്ടിത്തെറിച്ചു പോകുന്നു? അല്ല, അത് പിന്നെ ഞാന്. കമൽ പറഞ്ഞു, മതി മതി, ഇനി നിർത്തിയാരെ. വിശ്വ, നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ആഹാരം റെഡിയാക്കി വെക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോയി. ആ സമയത്ത് വേദ വിക്രത്തെ നോക്കി. വേദയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടായി. എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ വേദയ്ക്ക് തോന്നുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിശ്വത്തെയും കൂട്ടിക്കൊണ്ട് ശ്രീജ മുറിയിലേക്ക് വരുവാണ്. ആ സമയം വിശ്വമാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ശ്രീജ പറഞ്ഞു, ഇനി ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിശ്വമായിട്ടും ടെൻഷൻ അടിക്കണ്ട. എന്തിനാ ടെൻഷൻ അടിക്കണേ? കഴിഞ്ഞില്ലേ, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, എന്നാലും എനിക്കത് ഓർക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വന്ന് ആ കട്ടിലേക്ക് ഇരുന്നു. ശ്രീജ പറഞ്ഞു, എന്താ വിശ്വേട്ടാ? എന്നാലും അവനെന്ത് എന്നോട് ചെയ്തല്ലോ വിനായകൻ. അല്ല, അവൻ അതിന് മാപ്പ് പറഞ്ഞില്ലേ? അതിനെക്കുറിച്ച് ഓർത്ത് എന്തിനാ ഇനി വിശ്വേട്ടൻ ടെൻഷൻ അടിക്കുന്നത്? അതല്ല, ശരിക്കും പറഞ്ഞ വേദ ഇല്ലായിരുന്നെങ്കിലോ ആ ലോക്കപ്പിൽ കിടന്ന സമയത്ത് എനിക്ക് എത്രമാത്രം ടെൻഷൻ ആയിരുന്നു അറിയാവോ? എൻ്റെ ചിന്തകളെല്ലാം വേറെ രീതിയിലായിരുന്നു. ഒരുപക്ഷെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാലും എന്നെ ആൾക്കാർ കള്ളനെന്ന് മുദ്ര കുത്തുവന്ന്. അല്ല, ഞാനൊരു സത്യം ചോദിച്ചോട്ടെ, നീ ഒരിക്കലെങ്കിലും വിശ്വസിച്ചോ ഞാൻ ആ തെറ്റ് ചെയ്തെന്ന്? ഞാനാ
ഞാൻ ഒരിക്കലും വിശ്വേട്ടനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല. ഞാനെന്നല്ല, ഈ വീട്ടിലുള്ള ആരും വിശ്വസിച്ചിട്ടില്ല. ചിലപ്പം പുറത്തുള്ളവരൊക്കെ അങ്ങനെ വിശ്വസിച്ച് കാണില്ല ഞാൻ ആ പണം മോഷ്ടിച്ചെന്ന്. അങ്ങനെ ചോദിക്കുന്നതോടെ നമുക്ക് സത്യാവസ്ഥ പറയാലോ. ഇനിയിപ്പൊ അവരങ്ങനെ വിശ്വസിച്ചാൽ പോലും സത്യാവസ്ഥ അതല്ലല്ലോ. എന്നാലും അതല്ല ശ്രീജയ്, നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഓരോരുത്തർക്ക് നമ്മളോട് ഓരോരുത്തരും പറയുകയും ചോദിക്കുകയോ ചെയ്താൽ നമുക്ക് വിഷമമാവും. ഞാൻ ലോക്കപ്പിൽ കിടന്ന സമയത്തും എൻ്റെ മനസ്സിൽ അതൊക്കെയായിരുന്നു. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, അതൊന്നും ഇല്ല വിശ്വേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ശരിക്കും പറഞ്ഞാല് വേദ ഉള്ളതുകൊണ്ടാണ്. അതെ, വേദയാണ്. വേദ ഈ കുടുംബത്തിലേക്ക് വന്ന നമ്മുടെ ഭാഗ്യം ശ്രീജ. അവളെ പോലൊരു പെണ്ണി കുടുംബത്തിലേക്ക് വന്നേ. ശ്രീജ പറഞ്ഞു, അത് ശരിയാ. ഇനിയിപ്പം അവളെ വിക്രം കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എന്തായിരുന്നില്ലേ, അവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവുമായിരുന്നെങ്കിൽ. അങ്ങനെ പ്രതീക്ഷയോട് കൂടിയിട്ട് അവരിയ്ക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.